യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കും ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കുമെതിരെ അമേരിക്കയിൽ ജനകീയ പ്രക്ഷോഭം ആളിപ്പടരുന്നു. നോ കിങ്സ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രതിഷേധ പരിപാടിയിൽ 50 സംസ്ഥാനങ്ങളിലായി 3200-ലധികം റാലികളാണ് ശനിയാഴ്ച അരങ്ങേറിയത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അക്രമരഹിത ജനകീയ മുന്നേറ്റമായി ഇത് മാറുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ്, വാഷിംഗ്ടൺ DC തുടങ്ങിയ നഗരങ്ങൾക്ക് പുറമെ ട്രംപിന് ശക്തമായ സ്വാധീനമുള്ള ഗ്രാമീണ മേഖലകളിലും പ്രതിഷേധം ഉയരുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തുന്ന ബോംബാക്രമണം 4ാം വാരത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കൂറ്റൻ പ്രതിഷേധം. യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾക്കൊപ്പം ട്രംപിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെയും ജനങ്ങൾ ശബ്ദമുയർത്തി. മുമ്പ് നടന്ന 2 നോ കിങ്സ് പ്രതിഷേധങ്ങളിലും ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇത്തവണ ഐഡഹോ, വ്യോമിംഗ്, മൊണ്ടാന തുടങ്ങിയ റിപ്പബ്ലിക്കൻ കോട്ടകളിൽ പോലും പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുന്നത് ഭരണകൂടത്തിന് വലിയ തലവേദനയാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിധി നിർണ്ണയിക്കുന്ന പെൻസിൽവാനിയ, ജോർജിയ, അരിസോണ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളിലും വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമാകുന്നത്. പ്രതിഷേധം ശക്തമാകുമ്പോഴും ഇതിനെ നിസ്സാരവൽക്കരിക്കാനാണ് വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നത്. ഈ റാലികൾ മാധ്യമപ്രവർത്തകർക്ക് മാത്രം താൽപര്യമുള്ള ട്രംപ് വിരുദ്ധ ചികിത്സാ സെഷനുകൾ മാത്രമാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അബിഗെയിൽ ജാക്സൺ പരിഹസിച്ചു. എന്നാൽ ട്രംപിന്റെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ വോട്ടർമാർ രോഷാകുലരാണെന്നും ഈ തെരുവു പോരാട്ടം വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഫെഡറൽ ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ അതിക്രമങ്ങൾക്കും നഗരങ്ങളിൽ നാഷണൽ ഗാർഡിനെ വിന്യസിച്ചതിനുമെതിരെയുള്ള ജനവികാരമാണ് ഈ 3ാം ഘട്ട സമരത്തിന് കരുത്തുപകരുന്നത്. നേരത്തെ നടന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് ചില വിവാദ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാൻ ട്രംപ് നിർബന്ധിതനായിരുന്നു. മിനിയാപോളിസിൽ ICE ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ 2 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടതും പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അമേരിക്കയിലെ പ്രമുഖ മനുഷ്യാവകാശ സംഘടനയായ ACLU ഉൾപ്പെടെയുള്ളവർ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ഇറാന് നേരെ ഒരു കരസേനാ നീക്കത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന അഭ്യൂഹം ശക്തമായിട്ടുണ്ട്. അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഇറാൻ അനുകൂലികളായ ഹൂതി വിമതർ മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ ടെഹ്റാനിലെ ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ലബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയും ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തി. സമാധാന ചർച്ചകൾ നന്നായി നടക്കുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ വിമുഖത കാണിക്കുന്നത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന നിർദ്ദേശങ്ങളിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് മിനിസോട്ടയിലെ പ്രകടനമാണ്. കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കെതിരെയാണ് മിനിസോട്ടയിലെ പരിപാടി പ്രധാനമായും സംഘടിപ്പിച്ചത്. സെന്റ് പോളിലെ ക്യാപിറ്റൽ പുൽത്തകടിലെ പ്രധാന വേദിയിൽ പ്രശസ്ത ഗായകൻ ബ്രൂസ് സ്പ്രിംഗ്സ്റ്റീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ശൈത്യകാലത്തും US കസ്റ്റംസ് ആൻഡ് എമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഏജന്റുമാരുടെ കടന്നുകയറ്റത്തിനെതിരെ തെരുവിലിറങ്ങിയ മിനിസോട്ടയിലെ ജനങ്ങളെ അദ്ദേഹവും മറ്റു പ്രാസംഗികരും പ്രശംസിച്ചു. വേദിയിൽ തിങ്ങിനിറഞ്ഞ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം തന്റെ ഗാനങ്ങളിലൂടെ പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇറാൻ യുദ്ധം, ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ പിൻവലിക്കൽ, കുടിയേറ്റക്കാർക്കെതിരായി എടുത്ത കർശന നടപടികൾ എന്നിവയാണ് പ്രതിഷേധക്കാരെ തെരുവിലിറക്കിയത്. ഫെഡറൽ ഏജന്റുമാർ റെനി ഗുഡ്, അലക്സ് പ്രറ്റി എന്നിവരെ വെടിവെച്ചു കൊന്നതിലും പ്രതിഷേധമുയർന്നു. US-ലെ 50 സംസ്ഥാനങ്ങളിലായി 3100-ലധികം പരിപാടികൾ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച റാലിയിൽ ഏകദേശം 9 ദശലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നു. ന്യൂയോർക്ക്, സാന്റിയാഗോ തുടങ്ങിയ നഗരങ്ങൾക്ക് പുറമെ ലണ്ടൻ, പാരീസ്, റോം തുടങ്ങിയ ലോക നഗരങ്ങളിലും പ്രതിഷേധമുയർന്നു. അമേരിക്കൻ പതാകകൾ തലകീഴായി പിടിച്ചും പലതരത്തിലുള്ള ബാനറുകൾ ഉയർത്തിയുമാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി തള്ളി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.